എല്ലാവർക്കും ടെസ്റ്റിംഗ് ബഡ്ഡി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ബഗ് ലൈഫ് സൈക്കിളിനെ കുറിച്ചാണ്. ബഗ് ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഡിഫക്ട് ബൈ ലൈഫ് സൈക്കിൾ എന്നും പറയും. അപ്പോൾ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് കരിയർ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഇൻ്റർവ്യൂവിനും സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ജോബ് ചെയ്യുന്ന എപ്പോഴും ആവശ്യമുള്ള ഒരു ടോപ്പിക്കാണ് ബഗ് ലൈഫ് സൈക്കിൾ. നമുക്ക് അതിലേക്ക് പോകാം. അപ്പോൾ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ ഡൗട്ട്സോ നിങ്ങൾക്ക് അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എന്താണ് ബഗ് ലൈഫ് സൈക്കിൾ നമുക്ക് നോക്കാം. ബഗ് ലൈഫ് സൈക്കിൾ ഈസ് ഓൾസോ നോൺ ആസ് ഡിഫക്ട് ലൈഫ് സൈക്കിൾ. നമ്മൾ ബഗ് ലൈഫ് സൈക്കിളിന് വേറെ പേരാണ് ഡിഫക്ട് ലൈഫ് സൈക്കിൾ. രണ്ട് പേരും ഉപയോഗിക്കാറുണ്ട്. കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ടേം എന്ന് പറഞ്ഞാൽ ബഗ് ലൈഫ് സൈക്കിൾ തന്നെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ആപ്ലിക്കേഷൻ നമുക്ക് കസ്റ്റമർ ടെസ്റ്റ് ചെയ്യാൻ തരികയാണ്. മൊബൈൽ ആപ്ലിക്കേഷൻ ആവാം, ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ ആവാം, വെബ് ആപ്ലിക്കേഷൻ ആവാം. ഏത് ആപ്ലിക്കേഷൻ ആയാലും കസ്റ്റമർ തരുന്ന ആപ്ലിക്കേഷൻ നമ്മൾ കസ്റ്റമറുടെ റിക്വയർമെൻറ്റ്സ് നോക്കി ടെസ്റ്റ് കേസ് എഴുതി ആ ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ചിലത് ഫെയിലാവും, ചിലത് പാസ്സാവും. അപ്പോൾ ഫെയിലാവണത് തന്നെയാണ് നമ്മൾ എന്താ പറയുന്നത്, ബഗ് എന്ന് പറയുന്നത്. ഫെയിലാവുന്ന ടെസ്റ്റ് കേസുകൾ ഒരു ഫോൾട്ടാണ്, ഒരു മിസ്സിംഗ് ആണ്, ഫെയിലിയർ ആണ്, ഒരു ബഗ്ഗാണ്. അത് കസ്റ്റമർ ആഗ്രഹിക്കുന്നില്ല, മിസ്മാച്ച് ആണ്. അതായത് കസ്റ്റമർ ആഗ്രഹിക്കുന്ന എക്സ്പെക്റ്റഡ് റിസൾട്ട് കിട്ടുന്നില്ല, ആക്ച്വൽ റിസൾട്ടും എക്സ്പെക്റ്റഡ് റിസൾട്ടും തമ്മിലൊരു മിസ്മാച്ച് വരികയാണ്. അപ്പോൾ അതിനാണ് ബഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ബഗ്ഗിന് അതിൻ്റെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ എ ഡിഫക്ട് ലൈഫ് സൈക്കിൾ ഈസ് ദ മൂവ്മെൻറ്റ് ഓഫ് എ ബഗ് ഓർ എ ഡിഫക്ട് ഇൻ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഇറ്റ്സ് ലൈഫ് ടൈം റൈറ്റ് ഫ്രം ദ ബിഗിനിങ് വെൻ ഇറ്റ് ഈസ് ഫസ്റ്റ് ഐഡൻറ്റിഫൈഡ് അണ്ടിൽ ടൈം ഈസ് മാർക്ക്ഡ് ആസ് വെരിഫൈഡ് ഓർ ക്ലോസ്ഡ്. അതായത് ഒരു ഡിഫക്ട് ലൈഫ് സൈക്കിൾ അല്ലെങ്കിൽ ഒരു ബഗ് ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ആപ്ലിക്കേഷനിൽ, ഒരു വെബ് ആപ്ലിക്കേഷനിൽ അല്ലെങ്കിൽ ഏതൊരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനിലും നമ്മൾ ബഗ് കണ്ടുപിടിച്ച് അതിൻ്റെ ബിഗിനിങ്, ഒരു ബഗ് ഉണ്ടാകുന്നത് മുതൽ അത് അവസാനിക്കുന്ന, അത് ഫിക്സ് ചെയ്ത് അത് ഡെവലപ്പേഴ്സ് അത് കറക്റ്റാക്കി അത് ക്ലോസ് ചെയ്യുന്നത് വരെയുള്ള ആ ഒരു സ്റ്റേജസിനെയാണ് നമ്മൾ ബഗ് ലൈഫ് സൈക്കിൾ അല്ലെങ്കിൽ ഡിഫക്ട് ലൈഫ് സൈക്കിൾ എന്ന് പറയാം. നമ്മൾ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് പറയാൻ വേണ്ടുന്നത്, നമുക്കിപ്പോൾ ചിത്രശലഭത്തിൻ്റെ കാര്യം അറിയാം. ഈ ലാർവ ആണ് അതിൻ്റെ ലൈഫ് സൈക്കിൾ. നമുക്ക് ലാർവ പിന്നെന്താവും പ്യൂപ്പിയായി അത് പല പല സ്റ്റേജിലൂടെ കടന്നെയാണ് ചിത്രശലഭമാണ്. ആദ്യം അതൊരു ലാർവ പോലെ, പുഴു പോലെ ആയിരിക്കും. അതിന് പിന്നെ മാറി മാറി ഡിഫറെൻറ്റ് ലാർവ, പ്യൂപ്പ, അങ്ങനെ പല സ്റ്റേജിലേക്ക് മാറി എന്താവും, അത് ബട്ടർഫ്ലൈ ആയി മാറണം. അതുപോലെ തന്നെയാണ് ഒരു ഡിഫക്റ്റ് ഉണ്ടാവുന്ന തൊട്ട് അത് അവസാനിക്കുന്ന വരെയുള്ള അതിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസിനെയാണ് നമ്മൾ ബഗ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ബഗ് ലൈഫ് സൈക്കിള് നമ്മളിപ്പോൾ ഇവിടെ പഠിപ്പിക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു മോഡൽ എടുത്തിട്ടാണ് പഠിപ്പിക്കുക. പക്ഷേ പല കമ്പനികളിലും അതിൻ്റെ സ്റ്റാറ്റസുകളും എല്ലാ ഡിഫറെൻറ്റ് സ്റ്റേജസും ഡിഫറൻസ് ഉണ്ടായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ കമ്പനിയിലും ഓരോ മെത്തേഡായിരിക്കും ഉപയോഗിക്കുക. കോമൺലി സെയിം ആണെങ്കിലും ചില വേരിയേഷൻസ് ഉണ്ടാവും. പിന്നെ ഓരോ കമ്പനിയിൽ ഉപയോഗിക്കുന്ന ബഗ് മാനേജ്മെൻറ്റ് ടൂൾസ് അല്ലെങ്കിൽ ഡിഫക്റ്റ് മാനേജ്മെൻറ്റ് ടൂൾസ്, ബഗ് റിപ്പോർട്ടിംഗ് ടൂൾസ് ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. ചിലത് ജിറോ ഉപയോഗിക്കുന്നവരുണ്ടാവാം, റെഡ്മൈ ഉപയോഗിക്കുന്നവരുണ്ടാവാം, ബഗ്സിൽ ഉപയോഗിക്കുന്നവരുണ്ടാവും. ഓരോ ടൂൾസിലും ആ ഓരോ ബഗിൻ്റെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാവാം. ചെറിയ വേരിയേഷൻ ആണെങ്കിലും ഉണ്ടാവാം. അപ്പോൾ നമ്മൾ കോമൺലി ഇവിടെ ഒരു മോസ്റ്റ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു മോഡൽ എടുത്ത് പഠിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു മോഡലിലേക്ക് പോവാം. ഓക്കെ, അതായത് ബഗ് ലൈഫ് സൈക്കിളിൻ്റെ ഒരു ഫ്ലോ ഡയഗ്രാമാണ് കാണുന്നത്. ഇത് വെച്ചിട്ട് വേണം പഠിക്കാൻ പോകണം. ഓക്കെ, അതായത് ബഗ് ലൈഫ് സൈക്കിളിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എടുത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് ഫസ്റ്റ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു QA എഞ്ചിനീയർ ഇത് ഡെവലപ്പ് ചെയ്ത് QA എഞ്ചിനീയർ. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ ടെസ്റ്റേഴ്സ് ഒരു ആപ്ലിക്കേഷൻ ടെസ്റ്റ് ചെയ്ത് ഫസ്റ്റ് ഇനീഷ്യലി ഒരു ബഗ് കണ്ടുപിടിക്കുകയാണ്. അതായത് ടെസ്റ്റ് കേസസുകൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അത് ഫെയിലാവുകയാണ്, പാസ്സാവുന്നില്ല. അതായത് കസ്റ്റമറുടെ എക്സ്പെക്റ്റേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, ആക്ച്വൽ റിസൾട്ടും എക്സ്പെക്ട് റിസൾട്ടും തമ്മിൽ വ്യത്യാസം കാണുകയാണ്. അപ്പോൾ ഒരു ബഗ്ഗാണെന്ന്
ടെസ്റ്റർക്ക് മനസ്സിലാവുകയാണ് ഇതൊരു ബഗ്ഗാണ്, ഇത് മുന്നോട്ട് പോകാൻ പറ്റില്ല, ഇത് റിപ്പോർട്ട് ചെയ്യേണ്ടതാണെന്ന് തോന്നുകയാണെങ്കിൽ ഫസ്റ്റ് അവരത് ഡെവലപ്പറെ അറിയിക്കണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? വെർബലി പറയുകയല്ല ചെയ്യുക. ഒരു ടൂൾ ഉണ്ടാവും, പലതരം ടൂൾസ് ഓരോ കമ്പനിയിലുണ്ടാവും. ചിലർക്ക് റെഡ്മൈൻ ആവാം, ചിലർക്ക് ബഗ്സിലി ആവാം, ഓരോ ടൂൾ ജിറ ആയിരിക്കാം. ഏത് ടൂളാണെങ്കിലും അതിലവർ ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ ബഗിൻ്റെ സ്റ്റാറ്റസ് അപ്പോൾ എന്താണ്? ന്യൂ എന്നുള്ള സ്റ്റാറ്റസിലാണ് എടുക്കുക. അത് കഴിഞ്ഞ് എന്താണ്? ന്യൂ സ്റ്റാറ്റസ് കഴിഞ്ഞാൽ നമ്മളത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓഫീസിലെ നമ്മുടെ ടീമിലെ ടെസ്റ്റ് മാനേജറോ ടെസ്റ്റ് ലീഡോ നമ്മുടെ മേലെയുള്ള സീനിയർ ടെസ്റ്റേഴ്സോ അവരായിരിക്കും അടുത്ത സ്റ്റേജ് ചെയ്യേണ്ടത്. എന്താണ്? ഈ ഒരു ബഗ് ഏത് ഡെവലപ്പർക്കാണ് അസൈൻ ചെയ്യേണ്ടതാണ്, ഏത് ഡെവലപ്പറുടെ സെക്ഷനാണ്, ആർക്കാണ് ഈ ജോലി ഏൽപ്പിക്കേണ്ടത്, ഇത് ക്ലിയർ ആക്കാനുള്ള ജോലി ആരെയാണ് ഏൽപ്പിക്കേണ്ടതെന്ന് അവർ തീരുമാനിക്കും. എന്നിട്ട് അവർ അസൈൻ ചെയ്യും. ചില കമ്പനികളിൽ റിപ്പോർട്ട് ചെയ്യണ നമ്മൾ തന്നെയും ചെയ്യാം. അതൊരു കമ്പനി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ അത് ഈ ബഗ്, പെർട്ടിക്കുലർ ബഗ്, ഇപ്പോൾ ബഗ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ലോഗിൻ ബട്ടൺ വർക്ക് ചെയ്യണില്ല എന്നാവാം, ചിലപ്പോൾ ലോഗിൻ ബട്ടണിൽ ഫോർഗോട്ട് പാസ്വേഡ് ലിങ്ക് വർക്ക് ചെയ്യണില്ല എന്നാവാം, ചിലപ്പോൾ ലോഗിൻ ബട്ടൻ്റെ കളർ ഡാർക്ക് ബ്ലൂവിന് പകരം ലൈറ്റ് ബ്ലൂ ആണെന്നാണെന്ന് പറയാം, ചിലപ്പോൾ അതിലെഴുതിയ ഫോണ്ട് കസ്റ്റമർ പറഞ്ഞ് ഫോണ്ട് ആവണമെന്നില്ല. ഇതൊക്കെ ആയിരിക്കാം ബഗ്. ഇത്രയും സിമ്പിളായതും കോംപ്ലിക്കേറ്റഡ് ആയ ബഗ്ഗുകളുണ്ടാവും. ഏത് ബഗ്ഗാണെങ്കിലും അത് ന്യൂ എന്ന സ്റ്റാറ്റസ് കഴിഞ്ഞാൽ അത് ആര് ചെയ്യണം എന്നുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞ് അതിൻ്റെ പേര് അസൈൻ ചെയ്താൽ ആ ഡെവലപ്പർ ഏത് ഡെവലപ്പറാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റാറ്റസ് എന്താണ്? അസൈൻഡ് എന്നുള്ളതിലേക്ക് പോയി. അസൈൻഡ് എന്ന് പറഞ്ഞാൽ ആ വർക്ക് ഇന്ന ആൾക്ക് അസൈൻ ചെയ്തു എന്നുള്ളതാണ് ആ സ്റ്റാറ്റസ്. രണ്ടാമത്തെ സ്റ്റാറ്റസ് അസൈൻഡ് ആണ്. പിന്നീട് എന്താണ്? നമ്മൾ ഇന്ന ആൾക്ക് വർക്ക് ചെയ്തു, ഇപ്പോൾ ലോഗിൻ ബട്ടൺ വർക്ക് ചെയ്യണില്ല എന്നുള്ളൊരു ബഗ് ആണെങ്കിൽ അത് ലോഗിൻ പേജ് ഡിസൈൻ ചെയ്ത ഒരു ഡെവലപ്പർക്കായിരിക്കും നമ്മളത് അസൈൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ആളുടെ പ്രൊഫൈലിൽ അത് വന്ന് കിടക്കും, ആളുടെ പേരിലായതുകൊണ്ട്. അപ്പോൾ ആളത് കാണുകയാണ്, ആളെന്ത് ചെയ്യണു? ആൾ തുറന്നു നോക്കുകയാണ്, ഓപ്പൺ ചെയ്യാണ്. ആളതിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയാൽ ആളതിൻ്റെ സ്റ്റാറ്റസ് അപ്പം തന്നെ മാറ്റിയിടും. എന്ത്? ഓപ്പൺ എന്നുള്ള സ്റ്റാറ്റസ് ഇടാണ്. ഓപ്പൺ എന്ന് പറഞ്ഞാൽ ആ ബഗ് ആൾ ഓപ്പൺ ചെയ്യാണ്, ആ വർക്ക് ആൾ സ്റ്റാർട്ട് ചെയ്യാണ്, അത്രേ അർത്ഥമുള്ളൂ. ഓപ്പൺ എന്നുള്ള സ്റ്റാറ്റസിലേക്ക് മാറുകയാണ്. അത് കഴിഞ്ഞ് എന്ത് ചെയ്യും? ഡെവലപ്പർ അതിൻ്റെ കാരണങ്ങളും എങ്ങനെയാണ് ഈ ബഗ് വന്നതെന്നൊക്കെ പഠിച്ച് കൃത്യമായിട്ട് അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ച് ആളതിൽ കോഡിൽ മാറ്റം വരുത്തി ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാണ്. സോൾവ് ചെയ്ത ആൾ ചെക്ക് ചെയ്തിട്ട് ആൾ നോക്കുമ്പോൾ ഓക്കെ, ഇങ്ങനെ ആൾ എന്ത് പറയും? ഫിക്സ്ഡ് എന്നുള്ള സ്റ്റാറ്റസിലേക്ക് ആൾ തന്നെ ഇടാണ്, ഡെവലപ്പർ തന്നെ ഫിക്സ്ഡ് ആക്കിയിട്ടാണ്. അപ്പോൾ ഫിക്സ്ഡ് ആക്കി കഴിഞ്ഞാൽ നെക്സ്റ്റ് ജോബ് എന്താ? ഡെവലപ്പർ അത് നന്നാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ടെസ്റ്റ് ചെയ്ത ആൾ തന്നെ എന്ത് ചെയ്യണം? ഒന്നും കൂടി റീടെസ്റ്റ് ചെയ്യണം. അതായത് ഡെവലപ്പർ ഫിക്സ് ചെയ്താലും നമുക്കത് ഉറപ്പിക്കണം അത് കറക്റ്റായി എന്നുള്ളത്. റീടെസ്റ്റ് എന്നുള്ള സ്റ്റാറ്റസിലേക്ക് ഇടുന്നു. പിന്നീടുള്ള സ്റ്റാറ്റസാണ് റീടെസ്റ്റ്. റീടെസ്റ്റ് കഴിഞ്ഞിട്ട് വീണ്ടും രണ്ട് പോസിബിലിറ്റി ഉണ്ട്. അതായത് ചിലപ്പോൾ ഡെവലപ്പർ ഫിക്സ് ചെയ്താലും അത് ആളുടെ ഡെവലപ്പറുടെ ഒരു കൺസെപ്റ്റിൽ അത് ഫിക്സ് ആയെന്ന് വിചാരിക്കും, കറക്റ്റായെന്ന് വിചാരിച്ചിട്ട് ആൾ റീടെസ്റ്റിലേക്ക് ഇടുണ്ടാവുക. ചിലപ്പോൾ അത് റെഡി ആയി ഉണ്ടാവില്ല. ടെസ്റ്റർ വീണ്ടും ടെസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ വീണ്ടും ആ സെയിം ബഗ് വേറൊരു രീതിയിലോ വേറൊരു ഫോമിലോ ചിലപ്പോൾ കാണാം, ചിലപ്പോൾ നേരിട്ട് തന്നെ കാണാം. ഡെവലപ്പറുടെ ഒരു തെറ്റാവാം, ചെയ്ത് റെഡി ആയി ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ വീണ്ടും റീ ഓപ്പൺഡ് എന്നുള്ള സ്റ്റാറ്റസിലേക്ക് ഇടും ടെസ്റ്റർ. അതായത് ഒരിക്കൽ കണ്ടെത്തിയ ബഗ് ഡെവലപ്പർക്ക് കാണിച്ചു കൊടുത്ത് ഫിക്സ് ചെയ്ത് റീടെസ്റ്റ് ഇട്ട് വീണ്ടും നോക്കിയപ്പോൾ സെയിം ബഗ് റീപ്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പോൾ റീ ഓപ്പൺഡ് എന്നുള്ള സ്റ്റാറ്റസിലേക്ക് പോവാണ്. റീ ഓപ്പൺഡ് വീണ്ടും ഓപ്പൺ ആണ്. വീണ്ടും സെയിം ഡെവലപ്പർ വേറെ ആൾക്ക് അസൈൻ ചെയ്യണമെങ്കിൽ മാറും, അല്ലെങ്കിൽ സെയിം ആളിനെ വീണ്ടും അത് കറക്റ്റ് ആക്കണം. അത് ആ സൈക്കിൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇങ്ങനെ സൈക്കിൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതായത് ആ ബഗ് ക്ലിയർ ആവണ വരെ. ഇനി ബഗ് ഡെവലപ്പർ ക്ലിയർ ചെയ്തിട്ട് റീടെസ്റ്റ് ചെയ്തപ്പോഴും കുഴപ്പമൊന്നുമില്ല, സംഭവം കറക്റ്റായി എന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റാറ്റസാണ് വെരിഫൈഡ് എന്നുള്ള സ്റ്റാറ്റസിലേക്ക് പോവാണ്. വെരിഫൈഡ് കഴിഞ്ഞാൽ ക്ലോസ്ഡ്. വെരിഫൈഡ് ചില കമ്പനികളിൽ വെരിഫൈഡ് ഉണ്ടാവില്ല, റീടെസ്റ്റ് കഴിഞ്ഞാൽ നേരിട്ട് ക്ലോസ്ഡ് ആവും. ചില കമ്പനികളിൽ ഒരു ഡബിൾ ചെക്ക് ഉണ്ടാവും, വെരിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും അവസാനമാണ് അത് ക്ലോസ് ചെയ്യുക. അതൊരു കമ്പനി ഡിപ്പെൻഡ്സ് ചെയ്യും. പിന്നെ നമുക്കിതിൽ കൂടുതൽ അറിയേണ്ടത് 3 എക്സ്ട്രാ കുറച്ച് സ്റ്റാറ്റസുകളുണ്ട്. അതായത് ഒരു ബഗ് ഓപ്പൺ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഫിക്സ്ഡിലേക്കല്ല പോവുക. അതായത് ഒരു ബഗ് ഇപ്പോൾ ലോഗിൻ ബട്ടൺ വർക്ക് ചെയ്യണില്ല, ഏതെങ്കിലും ഒരു ബഗ് റിപ്പോർട്ട് ചെയ്ത് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഡെവലപ്പർ അത് വർക്ക് ചെയ്യാൻ എടുക്കുമ്പോഴാവും ആൾക്ക് മനസ്സിലാവും, ആളതിനെക്കുറിച്ച് കൂടുതൽ നോളജുള്ള ആളാണെങ്കിൽ ആൾക്ക് മനസ്സിലാവാണ് ഈ ബഗ് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്, ഇപ്പോൾ ഫിക്സ് ചെയ്യാതിരുന്ന ടൈം പോവും. അതായത് ഇപ്പോൾ ഒരു പുതിയൊരു വെർഷൻ ഇപ്പോൾ ഇറക്കാൻ പോവാണ്, അടുത്ത മാസം അടുത്ത വെർഷൻ ഇറക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നന്നാക്കാം, അതാണ് നല്ലത്. ഇപ്പോൾ ടൈമില്ല, ഇപ്പോൾ ടൈമായി, അങ്ങനെ ഒരു തോന്നൽ വരാൻ ഡിഫേർഡ്, അതായത് പോസ്റ്റ്പോൺ, നീട്ടി വയ്ക്കാം. അതായത് ഈ ബഗ് ഇപ്പോൾ ഫിക്സ് ചെയ്യുന്നില്ല, ഇപ്പോൾ റെഡി ആക്കണില്ല, അവിടെ ഇരുന്നോട്ടെ, ഇപ്പോൾ പ്രശ്നമുള്ള സാധനമൊന്നുമല്ല, അത്യാവശ്യമുള്ള ഒന്നല്ല, നമുക്ക് അടുത്ത മന്ത് പുതിയ വെർഷൻ ഇറക്കുമ്പോഴോ അടുത്ത മന്ത് റിലീസ് ചെയ്യുമ്പോഴോ നമുക്ക് ചെയ്യാവുന്നൊരു തീരുമാനം എടുക്കുകയാണ്. ഓക്കെ,
പിന്നെ ഒരു വെർഷൻ പിന്നെ ഒരു സ്റ്റാറ്റസിൽ റിജക്റ്റഡ് ആണ്. അതായത് ടെസ്റ്റർ പറഞ്ഞ ബഗ് ഇന്ന സ്ഥലത്ത് വർക്ക് ചെയ്യണില്ലാന്നോ ഇന്ന ഓപ്ഷനിൽ വരുന്നില്ല എന്നെങ്ങാനോ എന്തെങ്കിലും ഒരു ബഗ് റിപ്പോർട്ട് ചെയ്ത് ഡെവലപ്പർ പറയാണ് ഇത് ബഗ് ഒന്നല്ല, ഇത് ഓൾറെഡി ഇങ്ങനെ തന്നെയാണ് ഇതിൻ്റെ വർക്കിംഗ്, അല്ലെങ്കിൽ ഇന്ന ഓപ്ഷനിൽ ഇന്നത് ടിക്ക് ചെയ്യാത്തത് കൊണ്ട്, ഇന്ന ചെക്ക് ബോക്സ് ടിക്ക് ചെയ്യാത്തതുകൊണ്ട്, ഇന്ന സെറ്റിങ്സിൽ ഇന്നത് ചെയ്യാത്തത് കൊണ്ടാണ് ഈ ബഗ് നിങ്ങൾക്ക് തോന്നിയത്. ശരിക്കും ഇത് സെറ്റിങ്സിൽ ഇന്നതായിട്ട് മാറ്റുകയാണെങ്കിൽ ഇത് ബഗ് ഒന്നും ആവില്ല, ഇത് വർക്ക് ചെയ്യും എന്ന് പറയാണ്. അതായത് ഈ ബഗ് ഒന്നല്ല, ഇത് ഓൾറെഡി ഇങ്ങനെ തന്നെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞ് ഇതാണ് അതിനാണ് റിജക്റ്റ് എന്ന് പറയുക. റിജക്റ്റ് ചെയ്യണം, ആ ബഗ് അല്ല എന്നുള്ളത് പറയണം. റിജക്റ്റഡ് എന്നുള്ള സ്റ്റാറ്റസിലേക്ക് പോകണം. പിന്നെയുള്ള സ്റ്റാറ്റസാണ് ഡ്യൂപ്ലിക്കേറ്റഡ്. ഡ്യൂപ്ലിക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ ഇത് ബഗ് തന്നെയാണ്, അതിൽ തർക്കമൊന്നുമില്ല, അവർ പറഞ്ഞ പോലെ ബഗ് തന്നെയാണ്, ഇത് നന്നാക്കേണ്ട തന്നെയാണ്. പക്ഷേ ഇത് ഓൾറെഡി വേറെ ടെസ്റ്റർ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്, അത് വീണ്ടും റിപ്പോർട്ട് ചെയ്യുക. അതായത് സെയിം എന്ന് പറഞ്ഞാൽ സെയിം അങ്ങനെ തന്നെ പക്ക ഡിസൈൻ അത് തന്നെ ആവണമെന്നില്ല. അതായത് ഇതിൻ്റെ തന്നെ വേറെ ഫോം, അതേ ഒരു സെയിം പ്രോബ്ലം തന്നെ വേറെ പേജിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയ ഐക്കൺ വർക്ക് ചെയ്യണില്ല ഹോം പേജിൽ എന്നുള്ളത് ഒരെണ്ണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും കോൺടാക്ട്സ് പേജിൽ സോഷ്യൽ മീഡിയ ഐക്കൺ വർക്ക് ചെയ്യണില്ല എന്ന് സെപ്പറേറ്റ് വേറെ നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. അത് ഒരു സ്ഥലത്ത് കറക്റ്റാക്കി സോഷ്യൽ മീഡിയ ഐക്കൺ അവിടുത്തെ റെഡിയാക്കി ഇവിടെയും റെഡിയാവും. അല്ലെങ്കിൽ ഏതൊരു പ്രോബ്ലം ആണെങ്കിലും, ഇപ്പോൾ ഏതൊരു ബട്ടൺ ആണെങ്കിലും, ഇപ്പോൾ എന്തെങ്കിലും വിൻഡോ അതിൻ്റെ വല്ല ടൈറ്റിലാ എന്തെങ്കിലും ഒരു പേജിലുള്ള പ്രോബ്ലം പിന്നെ എല്ലാ പേജിലും ആ പ്രോബ്ലം ഉണ്ടാവും. അത് ഒരു സ്ഥലത്ത് ക്ലിയർ ചെയ്താൽ എല്ലാ പേജിലും കറക്റ്റ് ആവും, അത് സെപ്പറേറ്റ് പറയേണ്ടതില്ല. അതിനാണ് ഡ്യൂപ്ലിക്കേറ്റഡ് എന്ന് പറയുന്നത്. അപ്പോൾ 3 നമ്മൾ ശ്രദ്ധിക്കേണ്ടത്: ഡിഫേർഡ്, റിജക്റ്റഡ്, ഡ്യൂപ്ലിക്കേറ്റഡ്. ഇതിൽ ഡിഫേർഡിന് നമ്മൾ ചില കമ്പനികളിൽ ചില ആപ്ലിക്കേഷനിൽ പോസ്റ്റ്പോൺ എന്നുള്ള വേർഡ് ഉപയോഗിക്കാറുണ്ട്. പോസ്റ്റ്പോൺ അതായത് നീട്ടി വയ്ക്കുക എന്നുള്ള അർത്ഥത്തിൽ. ഇതെല്ലാം ഈ 3 അവസാനം പോകണമെന്ന് നോക്കിയാൽ മനസ്സിലാവും, നമുക്ക് ഏരോ കണ്ടാൽ മനസ്സിലാവും. അവസാനം അത് ഡിഫേർഡ് ആണെങ്കിലും റിജക്റ്റഡ് ആണെങ്കിലും ഇത് ക്ലോസ്ഡിലേക്ക് പോകും. ഡിഫേർഡ് റിജക്റ്റഡും ഡ്യൂപ്ലിക്കേറ്റും ക്ലോസ്ഡിലേക്കാണ് പോവുക. രണ്ടും നമുക്കിതിൻ്റെ ആവശ്യമില്ല, അത് അപ്പം അവസാനിപ്പിക്കും. ഡിഫേർഡ് എന്ന് പറഞ്ഞാൽ നീട്ടി വയ്ക്കുക എന്നർത്ഥമുള്ളൂ. അത് നെക്സ്റ്റ് റിലീസ്, അടുത്ത വെർഷൻ, അടുത്ത കമ്പനിയുടെ അടുത്ത അതിൻ്റെ തന്നെ പുതിയ പതിപ്പ്, ആ സോഫ്റ്റ്വെയറിൻ്റെ തന്നെ പുതിയ പതിപ്പ് വെർഷൻ 9.1 9.2 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇറക്കണം കണ്ടിട്ടില്ല ഒരു ആപ്ലിക്കേഷൻ, അത് അടുത്ത മാസമോ അല്ലെങ്കിൽ അടുത്ത വർഷം ഇറക്കുമ്പോൾ റെഡിയാക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇത്രയാണ് ബേസിക്കായിട്ട് നമ്മളിതിൻ്റെ ബഗ് ലൈഫ് സൈക്കിളിൻ്റെ ഫ്ലോ ചാർട്ട് പറയണത്. ഇനി നമുക്ക് ഓരോ സ്റ്റാറ്റസ് ആയിട്ട് എടുത്ത് നോക്കാം. എന്താണ് ന്യൂ എന്നുള്ളത്? വെൻ എ ടെസ്റ്റർ ഫൈൻഡ്സ് എ ന്യൂ ബഗ് ഡിഫക്റ്റ് ഷീ പോസ്റ്റ് ഇറ്റ് ഇൻ ദ ബഗ് ട്രാക്കിംഗ് ടൂൾ വിത്ത് എ സ്റ്റാറ്റസ് ന്യൂ. അതായത് ഫസ്റ്റ് ഒരു ബഗ് കണ്ടുപിടിക്കുകയാണെങ്കിൽ ടെസ്റ്റർ എന്ത് ചെയ്യണം, അത് ബഗ് ട്രാക്കിംഗ് ടൂൾ അല്ലെങ്കിൽ ബഗ് മാനേജിംഗ് ടൂൾ, ബഗ്സിലേലോ റെഡ്മെയിലോ ഇതിലാണെങ്കിൽ അത് ഫസ്റ്റ് പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റാറ്റസ് എന്തായിരിക്കും? ന്യൂ ആയിരിക്കും. അതിൻ്റെ കൂടെ എന്തൊക്കെ ഉണ്ടാവും? അതിൻ്റെ എക്സ്പ്ലനേഷൻസ് ഉണ്ടാവും, എങ്ങനെയാണ് ഈ ബഗ് എന്താണെന്നുള്ള എക്സ്പ്ലനേഷൻ ഉണ്ടാവും, ആ ബഗ് ഇങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്യാന്നുണ്ടാവും, അതിൻ്റെ സിവിയറിറ്റി, പ്രയോറിറ്റി, അതൊക്കെ നമുക്ക് പറയാം. നിങ്ങൾക്ക് അറിയാത്തവരുണ്ടാവും, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയും. നമ്മൾ അതൊക്കെ ഇതിൽ റിപ്പോർട്ട് ചെയ്യും. അടുത്ത സ്റ്റാറ്റസ് ആണ് അസൈൻഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് ഇതൊക്കെ, നമ്മൾ അതിൻ്റെ ഡെഫിനിഷൻ വെച്ച് പറഞ്ഞുള്ളൂ. വൺസ് ദ ന്യൂ ബഗ് ഹാസ് ബീൻ ഫൈൽഡ് ദ റെസ്പെക്റ്റീവ് ലീഡ് മാനേജർ, അതായത് ടെസ്റ്റ് ലീഡോ ടെസ്റ്റ് മാനേജറോ ആരാണെങ്കിൽ വിൽ അപ്രൂവ് ഇറ്റ്, അത് അപ്രൂവ് ചെയ്തിട്ട് എന്ത് ചെയ്യും? അസൈൻ ദ ബഗ് ടു ദ കറസ്പോണ്ടിങ് ഡെവലപ്പർക്ക് അസൈൻ ചെയ്യും. ആ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അസൈൻഡ് എന്നുള്ള സ്റ്റേജ്, ബഗ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞത്. ഓക്കെ, അടുത്തത് എന്താണ്? ഓപ്പൺ, അതായത് ആ വർക്ക് സ്റ്റാർട്ട് ചെയ്യുക. വൺസ് ദ ഡെവലപ്പർ ഈസ് അസൈൻഡ് ഡെവലപ്പർക്ക് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ദ ബഗ് ആൻഡ് വർക്കിംഗ് ഓൺ ഇറ്റ് വെൻ, അതായത് നമ്മൾ ഡെവലപ്പർ അതുമ്പോൾ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റാറ്റസ് ആണ് എന്ത്? ഓപ്പൺ ഉള്ളത്. പിന്നെന്താണ്? ഫിക്സ്ഡ്. വെൻ എ ഡെവലപ്പർ മേക്സ് നെസസറി കോഡ് ചേഞ്ചസ് ആൻഡ് വെരിഫൈ ദ ചേഞ്ച് ദെൻ ദ സ്റ്റാറ്റസ് ഓഫ് ദ ബഗ് വിൽ ബി ചേഞ്ച്ഡ് ആസ് ഫിക്സ്ഡ്. അതായത് എപ്പോഴാണോ ഒരു ഡെവലപ്പർ അവർക്ക് അസൈൻ ചെയ്തിട്ടുള്ള ബഗ് കോഡിലൊക്കെ ചേഞ്ച് വരുത്തി കൃത്യമായിട്ട് അത് കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ ആളത് എന്ത് ചെയ്യും? ഫിക്സ്ഡ് എന്നുള്ള സ്റ്റാറ്റസ് ആയിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ടെസ്റ്റ് ടീമിന് തന്നെ തിരിച്ചു കൊടുക്കും. ഇത്രേ ഉള്ളൂ. അടുത്താണ് റീ ഓപ്പൺ. അതായത് ഇപ്പോൾ ടെസ്റ്റർ കൊടുത്തു, ആളത് ഫിക്സ് ചെയ്തു എന്നുള്ള സ്റ്റാറ്റസ് കിട്ടു, വീണ്ടും റീടെസ്റ്റിന് കൊടുത്തു ടെസ്റ്റ് ടീമിന്. അപ്പോൾ ടെസ്റ്റർ സാറ്റിസ്ഫൈഡ് അല്ല, ആൾ ഉദ്ദേശിച്ച പോലെ കറക്റ്റ് ആക്കിയിട്ടില്ല, ആൾ ഫുള്ളി സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ എന്ത് ചെയ്യാം? റീ ഓപ്പൺ എന്നുള്ള സ്റ്റാറ്റസിലേക്ക് ആക്കാം. ഓക്കെ, പിന്നെ വീണ്ടും ക്ലിയർ ആവുകയാണെങ്കിൽ അത് വെരിഫൈഡ് ക്ലോസ്ഡിലേക്ക് പോകും. അതായത് ഡെവലപ്പർ ഫിക്സ്ഡ് ആക്കി കഴിഞ്ഞിട്ട് ടെസ്റ്റർ വീണ്ടും റീടെസ്റ്റ് ചെയ്യുമ്പോൾ ടെസ്റ്റർ സാറ്റിസ്ഫൈഡ് അല്ല, ആ കസ്റ്റമറുടെ റിക്വയർമെൻറ്റ്സിനൊപ്പം എത്തിയിട്ടില്ല എങ്കിൽ വീണ്ടും പ്രശ്നം റിപ്പോർട്ട് ചെയ്യണം, റീ ഓപ്പൺ ചെയ്യണം. ഓക്കെ, അടുത്താണ് ഡ്യൂപ്ലിക്കേറ്റ്. ഡ്യൂപ്ലിക്കേറ്റ് നമ്മൾ പറഞ്ഞു സെയിം കൺസെപ്റ്റ് ഉള്ള ഒരു ബഗ് തന്നെയാണ്. സെയിം തന്നെ ആവണമെന്നില്ല, ഫുൾ അതന്നെ
ഡ്യൂപ്ലിക്കേറ്റ് ആവണമെന്നില്ല. സെയിം കൺസെപ്റ്റ് ബഗ്, ആ ബഗ്ഗിൻ്റെ സെയിം കൺസെപ്റ്റാണ്. അതായത് ആ ഒരു ബഗ് ഓൾറെഡി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതേ കൺസെപ്റ്റ് ഉള്ളത്, അത് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അതെങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയും. ഓക്കെ, അടുത്താണ് എന്ത് റിജക്റ്റഡ്. അതായത് നമ്മൾ ടെസ്റ്റർ ഒരു ബഗ് റിപ്പോർട്ട് ചെയ്യാണ്, പക്ഷേ ടെസ്റ്ററുടെ കൺസെപ്റ്റിലാണത് ബഗ്, അത് ആളുടെ ഒരു മിസ്ഇൻ്റർപ്രിട്ടേഷനാണ്, ഒരു തെറ്റിദ്ധാരണയാണെങ്കിൽ അത് ഡെവലപ്പർ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് അറിവുണ്ട്, ഇത് ബഗ് അല്ലാണെങ്കിൽ അവരത് റിജക്റ്റഡ് ആക്കും. പിന്നെ ഉള്ളതാണ് ഡിഫേർഡ് ഓർ പോസ്റ്റ്പോൺഡ്. അതായത് ഡിഫേർഡ് എന്ന് പറഞ്ഞാൽ നീട്ടി വയ്ക്കുക എന്നുള്ള അർത്ഥമാണ്. പോസ്റ്റ്പോൺ ചെയ്യുക, അതായത് സം കേസിൽ നമുക്ക് ഡിഫേർഡ് ആക്കാനുള്ള കുറേ കാരണങ്ങളുണ്ട്. അതായത് ചിലപ്പോൾ റിലീസിൻ്റെ ഒരു ടൈം ആയിരിക്കാം, അതായത് ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു വെർഷൻ 9.1 9.2 റിലീസ് ചെയ്യേണ്ട ടൈം ആയിരിക്കും. ആ നേരത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ഇല്ലാത്ത മൈനറായിട്ടുള്ള ബഗ്ഗുകൾ പെട്ടെന്ന് ഫിക്സ് ചെയ്യാനുള്ള ടൈം ഉണ്ടാവില്ല, അപ്പോൾ അത് അടുത്ത വെർഷനിലേക്ക് മാറ്റി വയ്ക്കും, അടുത്ത ബിൽഡിലേക്ക് മാറ്റി വയ്ക്കും. പിന്നെ ഈ ഒരു ബിൽഡിൽ ഇതത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ അവരത് ക്ലിയർ ചെയ്യാൻ നിൽക്കില്ല. പിന്നെ ചില കേസുകളിൽ നമ്മൾ നെക്സ്റ്റ് റിലീസിൽ ആ ഒരു ബഗ്ഗിൻ്റെ ഒരു ഏരിയ തന്നെ മാറ്റാനോ ചേഞ്ച് ചെയ്യാനോ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഇത് ബഗ് ക്ലിയർ ചെയ്യേണ്ട ആവശ്യമില്ല, ആ ഒരു ഫീച്ചറിനെ ചിലപ്പോൾ എടുത്ത് കളയും, ചിലപ്പോൾ പുതിയൊരു ഫീച്ചർ വരുന്നുണ്ടാവും, അപ്പോൾ ഇതിന് ഇമ്പോർട്ടൻ്റ് ഉണ്ടാവില്ല. അങ്ങനെയുള്ള കേസുകളിലൊക്കെ നമ്മളത് ഡിഫേർഡിലേക്ക് ഇടും. ഇതാണ് മെയിൻലി ഡിഫേർഡ് അല്ലെങ്കിൽ പോസ്റ്റ്പോൺ, നീട്ടി വയ്ക്കുക എന്നുള്ള അർത്ഥമാണ്. അടുത്താണ് റീടെസ്റ്റ്. റീടെസ്റ്റ് നമുക്ക് നിർബന്ധമുള്ളതാണ്, എല്ലാത്തിലും ഉണ്ട്. അതായത് നമ്മൾ ഒരു ബഗ് ഡെവലപ്പർക്ക് കൊടുക്കുകയാണ്, ഡെവലപ്പർ അത് ഫിക്സ് ചെയ്യുകയാണ്, ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വീണ്ടും ടെസ്റ്റിംഗ് ടീമിന് തിരിച്ചു കൊടുക്കുകയാണ്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, റീടെസ്റ്റ് എന്ന് പറയുന്നത്. അതിൽ ഓക്കെ ആണെങ്കിൽ വെരിഫൈഡ് ക്ലോസ്ഡിലേക്ക് പോകും, ഓക്കെ അല്ല എങ്കിൽ റീ ഓപ്പൺ ഉണ്ടാവും, അത്രേ ഉള്ളൂ. വെരിഫൈഡ് എന്ന് പറഞ്ഞാൽ ടെസ്റ്റർ റീടെസ്റ്റ് ദ ബഗ് ആഫ്റ്റർ ഇറ്റ് ഗോട്ട് ഫിക്സ്ഡ് ബൈ ദ ഡെവലപ്പർ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ടെസ്റ്റർ ടെസ്റ്റ് ചെയ്തിട്ട് പിന്നെ ബഗ്ഗൊന്നുമില്ല സോഫ്റ്റ്വെയറിൽ നിന്ന് തോന്നുകയാണെങ്കിൽ, ഫിക്സ്ഡ് കറക്റ്റ് ആണെങ്കിൽ അതിൻ്റെ സ്റ്റാറ്റസ് നമ്മൾ വെരിഫൈഡ് എന്നാക്കുകയാണ്, വെരിഫൈ ചെയ്യണം. അത് കഴിഞ്ഞ് വെരിഫൈഡ് ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്ത സ്റ്റേജാണ്. വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വെരിഫൈ ചെയ്യണവരാവില്ല ക്ലോസ് ചെയ്യുക, അതിൻ്റെ അപ്പർ കുറച്ചും കൂടി ഹയർ അതോറിറ്റീസ് ആയിരിക്കും വെരിഫൈഡ് എന്നുള്ള സ്റ്റാറ്റസ് എടുത്ത് ക്ലോസ്ഡ് ആക്കുക. അതായത് ഇനി ആ ഒരു ബഗിൻ്റെ ഒന്നും ബാക്കിയില്ല, എല്ലാം നോ ലോങ്ങർ എക്സിസ്റ്റ്, അങ്ങനെ ഒരു ബഗിൻ്റെ ഒന്നും അവശേഷിക്കുന്നില്ല, എല്ലാ തരത്തിലും നമ്മൾ ഉറപ്പ് വരുത്തി ഡബിൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹയർ അതോറിറ്റി അത് ക്ലോസ്ഡ് ആക്കും. അതായത് അങ്ങനെ ഒരു ബഗ്ഗിങ് ഇല്ല, ഫുൾ ക്ലോസ്ഡ് ആക്കി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് എന്തായാലും ചെയ്യണം, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം.